everyone, a happy morning to all. Welcome back to the class after the small break. Hope you all enjoyed your Christmas vacation, and now we are resuming from the syntax. I hope you had gone through the two major stories and the extracts given in your textbook as exercises. So let's go through these stories. നമുക്ക് സിൻടാക്സ് ഭാഗത്ത് കൊടുത്തിരിക്കുന്ന ഈ രണ്ട് കഥകൾ വായിച്ച് വന്ന് വരാനായിട്ട് അതിലുള്ള കുറച്ച് ക്ലാസ് റൂം ആക്ടിവിറ്റീസൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഹോപ്പ് യു ഓൾ ഹാഡ് ഡൺ ദാറ്റ് ആൻഡ് ദീസ് സ്റ്റോറീസ് ആർ റിയലി ഇൻട്രസ്റ്റിംഗ് വൺ. ഹോപ്പ് യു ഹാഡ് ഗോൺ ത്രൂ ഇറ്റ് ആൻഡ് ഹാഡ് എൻജോയ്ഡ് ദ ബ്യൂട്ടി ഓഫ് റൈറ്റിംഗ് ഇൻ ഇറ്റ് ആൻഡ് ഐ ഹോപ്പ് യു ഹാഡ് ഗോൺ ത്രൂ ദ ഡിഫറെൻറ്റ് പാർട്ടിക്കിൾസ് ഇൻ ദീസ് സെൻറ്റൻസസ് ആഫ്റ്റർ കംപ്ലീറ്റിംഗ് ദ different concepts we discussed regarding syntax. ഒരു സെൻറ്റൻസിനെ കുറിച്ച് പറയുമ്പോൾ ആ സെൻറ്റൻസിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടായിരിക്കാം, അതിൽ വേർബ് എന്താണ്, അതിൽ വേർബ് ഫ്രേസ് ഉണ്ടോ, അതിൽ ഫ്രേസൽ വേർബ്സ് ഉണ്ടോ, അതുപോലെ തന്നെ അതിൽ പാരാടാക്റ്റിക്കായിട്ട് ഹൈപ്പോടാക്റ്റിക്കായിട്ടൊക്കെ വരുന്ന സെൻറ്റൻസുകൾ ഏതൊക്കെ, ഇങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഈ കഥ വായിച്ചപ്പോൾ നിങ്ങളതിലൂടെ കടന്നു പോയിട്ടുണ്ടായിരിക്കുമെന്ന് വിചാരിക്കുന്നു. ബിക്കോസ് അതിലത്തെ കുറച്ച് എക്സ്ട്രാക്ട്സ് ഒക്കെ നമ്മൾ ഓൾറെഡി ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ്. ഓക്കെ, എനിവേ, beginning with Ruskin Bond's Eyes of the Cat, I'll give you a gist of the story. The rest is up to you. You have to read it. You should read it. Okay. സോ ഐസ് ഓഫ് ദ കാറ്റ് എന്ന് പറയുന്നത് റസ്കിൻ ബോണ്ടിൻ്റെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഹൊറർ സ്റ്റോറിയാണ്. ബിന്യ എന്ന് പറയുന്ന വളരെ പുവർ ആയിട്ടുള്ള, അതേസമയം തന്നെ തൻ്റെ ആ ഒരു പോവേർട്ടിയിൽ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യാത്ത, അതിൽ തുടർന്ന് പോകുന്ന വളരെ ബോൾഡായിട്ടുള്ളൊരു റിവെഞ്ച് ചെയ്യുന്ന ഒരു ക്യാരക്ടറായിട്ടാണ് നമുക്ക് ബിന്യയെ കാണാൻ പറ്റുന്നത്. ബിന്യ വിത്ത് ഹർ poor appearance was insulted by her teacher who always loved this sycophancy. ആൾക്കാരുടെ ഈ പറയുന്ന പുകഴ്ത്തലുകളും അവരെ തന്നെക്കുറിച്ച് നല്ലത് പറയണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന അങ്ങനത്തെ ഒരു മീനായിട്ടുള്ള ഡീഗ്രേഡഡ് ആയിട്ടുള്ള ഒരു ടീച്ചർ ഈ കുട്ടിയുടെ ടോണായിട്ടുള്ള കീറി പറഞ്ഞ വസ്ത്രങ്ങളൊക്കെ കണ്ട് അവളെ അപമാനിക്കുന്നുണ്ട് ക്ലാസ്സിൽ വെച്ചിട്ട്. അപ്പോൾ അത്രയും ഇൻസൾട്ടഡ് ആയിട്ടുള്ള ബിന്യ എന്ന് പറയുന്ന കുട്ടി അവളുടെ ആ ഒരു ഹിൽ ടോപ്പിലുള്ള വീട്ടിലാണുള്ളത്. റസ്കിൻ ബോണ്ട് ഡെഫിനറ്റ്ലി ഹി ഹാസ് റിട്ടൺ എ ലോട്ട് ഓഫ് സ്റ്റോറീസ് വിത്ത് ദ ഹിമാലയൻ സെറ്റിങ്സ്, പൈൻസ് ആൻഡ് ഓൾ ദാറ്റ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഹിൽ ടോപ്പിലാണ് അവളുടെ വീടുള്ളത്. അന്ന് രാത്രി തന്നെ ഇൻസൾട്ട് ചെയ്ത അധ്യാപികയെ, ആ ഒരു ടീച്ചറിനെ കാത്തിരുന്ന് കൊല്ലുന്ന, അല്ലെങ്കിൽ അവൾക്കെതിരെ റിവഞ്ച് ചെയ്യുന്ന ഒരു ലെപ്പേർഡായിട്ട് മാറുന്നതായിട്ടാണ് സ്റ്റോറി. അപ്പോൾ സ്റ്റോറിയിലൊരു ഡബിൾ പേഴ്സണാലിറ്റി, അല്ലെങ്കിൽ അങ്ങനെ ഒരു വളരെയധികം പവർഫുൾ ആയിട്ടുള്ള ബോൾഡായിട്ടുള്ള ഒരു ക്യാരക്ടറായിട്ട് ബിന്യ മാറുന്നത്. അതേസമയം തന്നെ ഫ്രണ്ട്സിനോട് വളരെ കമ്പാനിയൻഷിപ്പുള്ള ഒരാളായിട്ടും കൂടിയിട്ടൊക്കെയാണ് ബിന്യ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിനെ വെച്ചിരിക്കുന്നത്. സോ ഐസ് ഓഫ് ദ കാറ്റ് മീൻസ് ദ സ്റ്റോറി ഈവൻ ബിഗിൻസ് വിത്ത് ദ മെൻഷനിങ് ഓഫ് ബിന്യാസ് ഐസ്. ഇറ്റ് സീംഡ് ഫ്ലക്ട് മീൻസ് ആ ഒരു കളേർഡായിട്ട് മാറി വിത്ത് ഗോൾഡ് വെൻ ദ സൺ വാസ് ഓൺ ദം. അപ്പോൾ അവളുടെ കണ്ണുകളെക്കുറിച്ച് പറഞ്ഞിട്ടാണ്, പൂച്ചയുടെ പോലത്തെ കണ്ണ് എന്നുള്ളതാണ്. ഈവൻ ദ ടൈറ്റിൽ എന്ന് പറയുന്നത് ഐസ് ഓഫ് ദ കാറ്റ് എന്നുള്ളതാണ്. ആസ് ഇറ്റ്സ് മെൻഷൻ ദാറ്റ്സ് എ ഹൊറർ സ്റ്റോറി. സോ അത്തരത്തിലുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കഥയായിട്ടാണ് ഇവിടെ റസ്കിൻ ബോണ്ടിന് ഈ ഒരു സ്റ്റോറി കൊടുത്തിട്ടുള്ളത്. നമ്മളിതിലൂടെ കടന്നു പോകുമ്പോൾ കാര്യമായിട്ട് ചിന്തിക്കേണ്ടത്, ഓരോ സെൻറ്റൻസുകളും വായിക്കുമ്പോഴത്തേക്കും ആ സെൻറ്റൻസുകളിലൂടെ അതിനെ അവതരിപ്പിച്ചിരിക്കുന്ന രീതിയിലൂടെ വായനക്കാരനിലേക്ക് ആ ഒരു ഡ്രമാറ്റിക് ഇഫക്റ്റ് എത്രമാത്രം കൺവേ ചെയ്യാനായിട്ട് റസ്കിൻ ബോണ്ടിന് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതിന് ഹെൽപ്പ് ചെയ്തിട്ടുള്ള ചില എലമെൻസിലൂടെ കടന്നു പോകുക എന്നുള്ളതാണ് ഈ കഥ വായിക്കുമ്പോൾ നമുക്ക് നോക്കേണ്ടത്. അതിനെ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലാണ് നമ്മുടെ ക്ലാസ് റൂം ആക്ടിവിറ്റി എന്ന് പറയുന്ന കുറച്ച് ക്വസ്റ്റ്യൻസിൻ്റെ അവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലെ ക്വസ്റ്റ്യൻസ് ഇതൊക്കെയാണ്. ലുക്ക് അറ്റ് ദ വേർബ്സ് ഇൻ ദ ഫോളോയിങ് പാസേജ് from Bone's story. When Madam saw the leopard on her steps, she dropped her handbag and opened her mouth to scream. What comes after the verbs saw, dropped and opened? അപ്പോൾ ഈ ഒരു ചെറിയൊരു എക്സ്ട്രാക്റ്റ് നോക്കുമ്പോഴത്തേക്കും, when Madam saw the leopard on her steps, so she saw what? സോയ്ക്ക് ശേഷം വന്നിട്ടുള്ളത് എന്താണ്? leopard. അപ്പോൾ എന്ത് കണ്ടു? ലെപ്പേർഡിനെ കണ്ടു. ഓൺ ഹെർ സ്റ്റെപ്സ് എന്നുള്ളതാണ്. അപ്പോൾ എന്ത് എന്നുള്ള ചോദ്യത്തിന് ഉത്തരം കൊടുത്തിട്ടുള്ള വേർബായിട്ടാണ് സോൻ അവിടെ എഴുതിയിരിക്കുന്നത്. സോ ഇസ് എ ട്രാൻസിറ്റീവ് വേർബ്. യെസ്. ഡ്രോപ്ഡ് എന്നുള്ളതിന് ശേഷം വന്നിരിക്കുന്ന വാക്ക് എന്താണെന്നുള്ളതാണ് അടുത്ത ഒരു കാര്യം അനലൈസ് ചെയ്യേണ്ടത്. ഡ്രോപ്ഡ് ഹെർ ഹാൻഡ് ബാഗ്.
ഡ്രോപ്ഡ് വാട്ട് എന്നുള്ള ചോദ്യത്തിനാണ് ഹാൻഡ് ബാഗ് ഉത്തരം നൽകുന്നത്. സോ അഗൈൻ വി ക്യാൻ സേ ദാറ്റ് ഡ്രോപ്പ് ഇസ് എ ട്രാൻസിറ്റീവ് വെർബ്. ആൻഡ് ഓപ്പൺ ഹെർ മൗത്ത് ടു സ്ക്രീം. സോ ഓപ്പൺ ഹെർ mouth. Open what? Her mouth. So again we can see that open, it is a ട്രാൻസിറ്റീവ് വേർബ്. അപ്പോൾ ഇങ്ങനെ കഥയിലെ ഓരോ സെൻറ്റൻസുകളും കാണുമ്പോൾ നമ്മളിപ്പോൾ ഒരു കവിത കാണുമ്പോഴത്തേക്ക് ആ കവിതയിൽ ഏത് ഋതമായിരിക്കാം, എങ്ങനെയാണ് അതിൻ്റെ എൻഡ് കൊടുത്തിരിക്കുന്നത്, അത് എൻഡ് സ്റ്റോപ്ഡ് ലൈൻ ആണോ, അതോ അടുത്ത വരിയിലേക്ക് റൺ ഓൺ ചെയ്ത് പോകുന്നുണ്ടോ. സോ റൺ ഓൺ ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ അത് എൻജാംമെൻ്റ് ആണ്. അങ്ങനെ കുറച്ചധികം ഫ്ലോയിങ് ലെവലിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനിടയിൽ ബ്രേക്സ് ഉണ്ടോ, അങ്ങനെ ബ്രേക്ക് ഉണ്ടെങ്കിൽ അത് സീസുവറി ആണ് എന്നൊക്കെ നമ്മളിപ്പോൾ അനലൈസ് ചെയ്യാൻ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഒരു സിൻടാക്സ്, ഒരു സെൻറ്റൻസ് കാണുമ്പോൾ അത് പാരാടാക്റ്റിക് ആണോ ഹൈപ്പോടാക്റ്റിക് ആണോ, അതിലെന്തെങ്കിലുമൊക്കെ കൊളോക്കേഷൻസ് വന്നിട്ടുണ്ടോ, വേർബ് ഫ്രേസുകളുണ്ടോ, അന്നത് ഫ്രേസൽ വേർബ് ആണോ, അതിൽ അഡ്ജൻസ് ഉണ്ടോ. അഡ്ജൻസ് എന്ന് പറയുമ്പോഴത്തേക്കും അതിലുള്ള വാക്കുകൾ അതിൻ്റെ ആ എലമെൻറ്റ്സ് ഹൗ എന്നോ വെൻ എന്നോ വേറെന്നോ എന്നുള്ള ഉത്തരങ്ങൾ കൊടുക്കുന്ന എലമെൻറ്റ്സ് ആയിരിക്കണം, കൊടുക്കുന്ന ഒബ്ജക്ട്സുകളായിരിക്കണം. എന്നാൽ അതേസമയം തന്നെ വാട്ടെന്നും ഹൂമെന്നും കൊടുക്കുന്നതാണെങ്കിൽ അത് നമ്മൾ ട്രാൻസിറ്റീവ് വേർബ്സ് ആണെന്നുള്ളത് കണ്ടെത്തി. സോ അതിൽ തന്നെ ഒരു വേർബ് തന്നെ രണ്ട് ഒബ്ജക്ട്സിനെ എടുക്കുകയാണെങ്കിൽ അത് ഡൈ ട്രാൻസിറ്റീവ് വേർബാണെന്നും ഒരു ഒബ്ജക്റ്റിനെ എടുക്കുകയാണെങ്കിൽ അത് മോണോ ട്രാൻസിറ്റീവ് വേർബാണെന്നും കണ്ടെത്തി. ഇങ്ങനെ പെനിട്രേറ്റ് ചെയ്ത് അതിനെ ഡൈസെക്റ്റ് ചെയ്ത് മനസ്സിലാക്കാനുള്ളൊരു കേപ്പബിലിറ്റി ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ്, ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു കഥ വായിക്കാനായിട്ട് ഇവിടെ തന്നതിൻ്റെ പ്രധാനമായിട്ടുള്ളൊരു ഉദ്ദേശം എന്ന് പറയുന്നത്. ആസ് വെൽ ആസ് യുവർ ക്വസ്റ്റ്യൻസ് വിൽ ബി ഓൾസോ ലൈക്ക് ദാറ്റ്. ഓക്കെ, സോ വാട്ട് ക്വസ്റ്റ്യൻസ് ഡു ദേ ആൻസർ എന്നാണ് അവിടെ ചോദ്യം കൊടുത്തിട്ടുള്ളത്. ഏത് ക്വസ്റ്റ്യനാണ് അവിടെ ഉത്തരം കൊടുക്കുന്നത്? വാട്ട് എന്നുള്ള ചോദ്യത്തിനാണ് ഈ പറയുന്ന വേർബിനൊക്കെ ശേഷം വരുന്ന വാക്കുകൾ ഉത്തരം നൽകുന്നത്. എന്ത് കണ്ടു? സോ എന്നുള്ളതിൻ്റെ ശേഷം വരുന്ന ആ ഒരു ഒബ്ജക്റ്റ് ഏത് ചോദ്യത്തിനാണ് ഉത്തരം കൊടുക്കുന്നത്? വാട്ട് എന്നുള്ള ചോദ്യത്തിനാണ് ഉത്തരം കൊടുക്കുന്നത്. എന്ത് കണ്ടു? ലെപ്പേർഡിനെ കണ്ടു. ഡ്രോപ്ഡ് ഹെർ ഹാൻഡ് ബാഗ് എന്നുള്ള ഒബ്ജക്റ്റ് എങ്ങനെ ഏത് ചോദ്യത്തിനാണ് ഉത്തരം കൊടുക്കുന്നത്? വാട്ട് എന്നുള്ള ചോദ്യത്തിനാണ് ഉത്തരം കൊടുക്കുന്നത്. ആൻഡ് ഓപ്പൺ ഹെർ മൗത്ത് എന്നുള്ള ഒബ്ജക്റ്റ് ഏത് ചോദ്യത്തിനാണ് ഉത്തരം കൊടുക്കുന്നത്? വാട്ട് എന്നുള്ള ചോദ്യത്തിനാണ് ഉത്തരം കൊടുക്കുന്നത്. സോ വാട്ട് എന്നുള്ള ചോദ്യത്തിന് ഉത്തരം കൊടുത്തിട്ടുള്ളത് കൊണ്ട് വി ക്യാൻ സേ ദാറ്റ് ഇറ്റ് ഈസ് എ ഡയറക്റ്റ് ഒബ്ജക്റ്റ്, ഓർ ഓക്കെ ജസ്റ്റ് കൺസിഡർ ഇറ്റ് ആസ് എൻ ഒബ്ജക്റ്റ് which gives the answer to the question what. So it is a transitive verb എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ആൻഡ് ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഹൗ ഡു യു അനലൈസ് ദ വേർബ് ഫോംസ് ഇൻ ദ സ്റ്റോറി? അപ്പോൾ ഇതിലെ ഓരോ സെൻറ്റൻസുകളും എടുത്തിട്ട് അതിലെ വേർബ് ഫ്രേസുകൾ എടുക്കുക, അതിലെ വേർബ് എടുക്കുക, ഈ പറയുന്ന പോലെ ട്രാൻസിറ്റീവ് ആണോ ഇൻട്രാൻസിറ്റീവ് ആണോ എന്ന് ചെക്ക് ചെയ്യുക. ഈവൺ ഇഫ് ഇറ്റ് ഈസ് ട്രാൻസിറ്റീവ്, go for the further checking whether it is monotransitive or ditransitive, and go after the verb phrase and check whether there is any phrasal verb or not. അങ്ങനെ ഓരോ സെൻറ്റൻസുകളും എടുത്ത് ആ വേർബിൻ്റെ ഫോം ചെക്ക് ചെയ്യാനായിട്ടുള്ളതാണ് രണ്ടാമത്തെ ചോദ്യം. അണ്ടർലൈൻ ദ വേർബ്സ് ആൻഡ് സേ വാട്ട് ഫോളോസ്. ആൻഡ് യു ഹാവ് ടു അണ്ടർലൈൻ ദ വേർബ്സ് ആൻഡ് സേ വാട്ട് ഫോളോസ്. ഇതുപോലെ ഓരോ വേർബുകളും എടുത്തിട്ട് ആദ്യം വേർബുകളെ കണ്ടെത്തുക, ക്രിയകളെ കണ്ടെത്തുക, വേർബിൻ്റെ പിന്നാലെ വരുന്ന വാക്കുകളെ അണ്ടർലൈൻ ചെയ്യുക, ആൻഡ് അത് എന്ത് ചോദ്യത്തിനാണ് ഉത്തരം കൊടുക്കുന്നതെന്ന് മനസ്സിലാക്കുക. അതിൽ നിന്നും അത് ട്രാൻസിറ്റീവ് ആണോ ഇൻട്രാൻസിറ്റീവ് ആണോ, അഡ്ജങ്ക്റ്റ് ആണോ, മോണോ ട്രാൻസിറ്റീവ് ആണോ, ഡൈ ട്രാൻസിറ്റീവ് ആണോ എന്നൊക്കെയുള്ള ചോദ്യങ്ങളിലേക്കും ഉത്തരങ്ങളിലേക്കും കടക്കാൻ തയ്യാറെടുക്കുക. ഓക്കെ, നോട്ട് ദ വേർഡ്സ് ഔട്ട് ആൻഡ് ഡൗൺ ഇൻ ദ ഫോളോയിങ് സെൻറ്റൻസസ് ഓർ സെഗ്മെൻറ്റ്സ്. അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന ഔട്ട് ഓർ ഡൗൺ എന്നുള്ള ആ ഓരോ വേർഡ്സിനെ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ പറയുന്ന സെൻറ്റൻസിൽ ദ ടോണി ലെപ്പേർഡ് കെയിം ഔട്ട് ഓഫ് ദ വിൻഡോ. ദ ടോണി ലെപ്പേർഡ് കെയിം ഔട്ട് ഓഫ് ദ വിൻഡോ. Came out. The predator who had slipped down a side alley. Slipped down. So came out, slipped down. Yes, we had noted that these are the certain verb phrases in English. Climb എന്ന് പറയുന്നതിനും പകരം climb up. Sit എന്ന് പറയുന്നതിലുപരി sit down എന്ന് പറയുക. സ്റ്റാൻഡ് എന്ന് പറയുന്നതിനുപരി സ്റ്റാൻഡ് അപ്പ് എന്ന് പറയുക. ഈ പറയുന്ന വേർഡ് കോമ്പിനേഷൻസ്, സോ വി ക്യാൻ സീ such word combinations that
these words are not സ്റ്റാൻഡിങ് എലോൺ. സ്ലിപ്പ് എന്നുള്ളത് ഒറ്റയ്ക്കല്ല അവിടെ നിൽക്കുന്നത്. സ്ലിപ്പിൻ്റെ കൂടെ എന്തും കൂടി ഉണ്ട്, ഡൗൺ എന്നുള്ള വേർഡും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്, സ്ലിപ്പ് ഡൗൺ. ആൻഡ് കെയിം എന്നുള്ളതും അഗെയിൻ ഇറ്റ്സ് നോട്ട് എലോൺ, ഇറ്റ് കംസ് വിത്ത് ഔട്ട്, കെയിം ഔട്ട്. പിക്ക് ഔട്ട് സെൻറ്റൻസസ് ഫ്രം ദ സ്റ്റോറി ആൻഡ് അനലൈസ് ദ വേർബ് ഫ്രേസസ്. ഇതുപോലെ ബാക്കി സ്റ്റോറിയിലുള്ള വേറെ വേർബ് ഫ്രേസുകളെ കണ്ടെത്താനായിട്ടാണ് അടുത്ത ചോദ്യം പറയുന്നത്. So when we go through the story from the very beginning, we can see that her eyes seemed flecked with gold when the sun was on them. And as the sun set over the mountains, drawing a deep red wound across the sky, there was more than gold in Binya's eyes. There was anger, for she had been cut to the quick by some remarks a teacher had made, the culmination of weeks of insults and taunts. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോഴത്തേക്കും we can see fixed on, sent out, used to, afraid of, resulted in, crept over, slipped down, sprung at, set out, called out, pleased with എന്നീ പറയുന്ന കുറേയധികം ഫ്രേസൽ വേർബുകളെ ഈ ടെക്സ്റ്റിൽ നിന്ന് വായിച്ചാൽ കണ്ടെത്താനായിട്ട് സാധിക്കും. അപ്പോൾ പരീക്ഷയ്ക്ക് ഇങ്ങനെ ഒരു ഹോൾ സ്റ്റോറി തന്നിട്ട് നമുക്കൊരു ഈ പറയുന്ന വേർബ് ഫ്രേസിനെയോ അല്ലെങ്കിൽ ഫ്രേസൽ വേർബിനെയോ കണ്ടുപിടിക്കാനായിട്ടുള്ള ചോദ്യങ്ങൾ കഴിഞ്ഞൊരു പരീക്ഷയെ വെച്ച് നമ്മൾ നോക്കുമ്പോൾ വിലയിരുത്തുമ്പോൾ നമുക്ക് ഇല്ല. പകരം ഒരു ലൈനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു എക്സ്ട്രാക്റ്റ് തന്നിട്ട് അതിൽ നിന്നും ഈ പറയുന്ന വേർബ് ഫ്രേസിനെയോ ഫ്രേസൽ വേർബിനെയോ കണ്ടെത്താനായിട്ടുള്ള ക്വസ്റ്റ്യൻസ് യു ക്യാൻ ഡെഫിനറ്റ്ലി എക്സ്പെക്റ്റ്. ഓക്കെ. And moving on to the next story which was prescribed for you was what? The story of Anton Chekhov, The Death of a Clerk. ആൻഡൻ ചെക്കോവിൻ്റെ ദ ഡെത്ത് ഓഫ് എ ക്ലാർക്ക് എന്ന് പറയുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, എന്നാൽ അതിൻ്റെ എൻഡ് എന്ന് പറയുന്നത് കുറച്ച് ഗ്ലൂമിയാണ്, കുറച്ച് എംബാരസിങ് ആണ്. ദ തിങ് ഈസ്, ഒരാൾ നമ്മൾ ആ ഒരു എക്സ്ട്രാക്റ്റ് മുന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു, എങ്ങനെയാണ് ഒരാളുടെ ആ ഒരു സ്നീസിങ്ങിനെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പറയുന്നത്. എപ്പോഴും ഒരു കഥയിലുണ്ടായിരിക്കും പെട്ടെന്ന് എന്ന് പറയുന്ന ആ ഒരു പ്രയോഗം. അതുപോലൊരു പ്രയോഗം ഈ സ്റ്റോറി വായിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. ബട്ട് സഡൻലി, ആൻഡ് ദ ഓഥർ ഹാഡ് റിട്ടൺ, ദിസ് ബട്ട് സഡൻലി occurs often in stories. The authors are right. Life is so full of the unexpected എന്ന് പറഞ്ഞ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് ആ ഒരു മെയിനായിട്ടുള്ള ട്വിസ്റ്റിലേക്ക്, മെയിനായിട്ടുള്ള ആ ഒരു പ്ലോട്ടിലേക്ക് ഓഥർ നമ്മളെ വലിച്ചുകൊണ്ട് പോകുന്നത്. ഓഥർ ഡ്രോസ് us forcefully. He pulls us to that main central plot of the story. But suddenly his face wrinkled, his eyes rolled, his breath stopped. He put down the opera glasses, bent forward, and achoo! As you see, he sneezed. Sneezing is not prohibited to anyone anywhere. Peasants sneeze, police chiefs sneeze, sometimes even privy councillors sneeze. Everybody sneezes. എല്ലാവരും തുമ്മും. എന്നാൽ ഈ ക്ലാർക്ക് തുമ്മിയപ്പോൾ എന്താണ് സംഭവിച്ചതെന്നുള്ളതാണ്. ക്ലാർക്ക് തുമ്മിയപ്പോഴത്തേക്കും പ്രത്യേകിച്ചൊന്നും സംഭവിച്ചില്ല. തൊട്ട് മുന്നിൽ ഈ ഒരു ഓപ്പറ, ഈ ഒരു പെർഫോമൻസ് കണ്ടുകൊണ്ടിരുന്ന ആളുടെ ബാൾഡായിട്ടുള്ള, അയാളുടെ കഷണ്ടിയുള്ള ആ ഒരു തലയിലേക്ക് കുറച്ച് സ്പ്രേ ചെയ്ത് അതങ്ങ് പോയി. അതിന് അപ്പോളജൈസ് ചെയ്യാൻ നിന്നതാണ് അദ്ദേഹം ചെയ്തിട്ടുള്ള ഏറ്റവും വലിയൊരു മണ്ടത്തരം എന്നോ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നൊരു വീക്ക്നെസ് എന്നൊക്കെ പറയാം. സാധാരണ ഒരു അബദ്ധം സംഭവിച്ചു കഴിയുമ്പോഴത്തേക്കും ഡെഫിനറ്റ്ലി ആളുകൾ സോറി പറയും. പക്ഷെ ഇവിടെ ഒരു സോറി പറഞ്ഞത് കൊണ്ട് ക്ലാർക്ക് സാറ്റിസ്ഫൈഡ് ആയില്ല. whenever he tried to say sorry, he felt that the other person was not at all ready to forgive him. ഈ ഒരു തോട്ട് ഇങ്ങനെ ഉള്ളിൽ കിടന്ന് ആകെ ആകുലപ്പെട്ട് ഇയാൾ ചെന്ന് കാണുന്നു, ഇയാൾക്ക് പരാതി കൊടുക്കുന്നു, സോറി പറയുന്നു, മാപ്പിരക്കുന്നു. അപ്പോൾ ഇയാൾക്ക് ഒരാൾ തുമ്മിക്കഴിഞ്ഞാൽ സാധാരണ എന്താ ചെയ്യുക? ഇങ്ങനെ പിന്നാലെ വന്ന് സോറി എന്ന് പറഞ്ഞ് വരുമ്പോൾ നമ്മൾ ആദ്യം ചിലപ്പോൾ പോട്ടെ സാറിലെ കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് ഒറ്റൊരു വാക്കിൽ അവസാനിപ്പിക്കും. അപ്പോൾ ആ ഒരു വാക്ക് പറഞ്ഞപ്പോഴത്തേക്ക് ഇയാൾ വീണ്ടും സാറ്റിസ്ഫൈഡ് ആവുന്നില്ല. ഹീസ് തിങ്കിങ് ടു മച്ച് ഓവർ ഇറ്റ് ആൻഡ് ഹി ഫീൽസ് ദാറ്റ് ഓക്കെ അയാൾ എന്നെ വേഗം പറഞ്ഞു കിട്ടോ, ദാറ്റ് മീൻസ് ഹീ ഹാസൻ ഫോർഗീവൺ മീ എന്ന് ചിന്തിച്ചിട്ട് പിന്നെയും പിന്നാലെ പോവുകയാണ്. നെക്സ്റ്റ് ഡേയും ഇയാൾ അതിൻ്റെ പിന്നാലെ പോകുന്നു. അങ്ങനെ പോയി അവസാനം ആർക്കാണെങ്കിലും ദേഷ്യം വരും.
ചെറിയ കാര്യത്തിന് ഇങ്ങനെ മാപ്പിരക്കാനായിട്ട് ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതൊരു സാധാരണ മനുഷ്യനും ദേഷ്യം വരും. ആ ദേഷ്യത്തോടു കൂടെ ഗെറ്റ് ഔട്ട് എന്ന് പറയുന്നൊരവസ്ഥയിലേക്ക് ഈ ബാൾഡായിട്ടുള്ള പേഴ്സൺ ഹീ സേസ് ഗെറ്റ് ഔട്ട് ടു ദിസ് പേഴ്സൺ ചെർവ്യാക്കോവ്. ആൻഡ് what will happen at the end of the story is that ആ ഒരു സ്ട്രെസ്സ് കാരണം ഈ മനുഷ്യൻ വീട്ടിലേക്ക് വരുന്നു. അയാളുടെ ഡ്രസ്സ്, അയാളുടെ യൂണിഫോം പോലും മാറ്റാതെ ആ സോഫയിൽ അങ്ങനെ ഇരുന്ന് അയാൾ മരിക്കുന്നു. ദാറ്റ് ഈസ് ദ എൻഡ് ഓഫ് ദ സ്റ്റോറി. Something in Chervyakov's stomach snapped. Seeing nothing, hearing nothing, he backed his way to the door, went out and plodded off. Reaching home mechanically, without taking off his uniform, he lay down on the sofa and died. And ... died. അപ്പോൾ ടു മച്ച് ഓഫ് തിങ്കിങ് ഈസ് ഓൾസോ ഡേഞ്ചറസ് എന്നുള്ളത് വളരെ രസകരമായിട്ട് പറയുന്ന വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റോറിയാണ് ആൻഡൻ ചെക്കോവിൻ്റെ ദ ഡെത്ത് ഓഫ് എ ക്ലാർക്ക് എന്നുള്ള ഈ ഒരു സ്റ്റോറി നമുക്ക് പറഞ്ഞു തരുന്നത്. ആൻഡ് സീ ദ പെക്യുലാരിറ്റി ഓഫ് ദിസ് ലാസ്റ്റ് പാരഗ്രാഫ്. ടെക്സ്റ്റ് ബുക്കിൽ ഈ ഒരു അല്ലെങ്കിൽ ഈ സ്റ്റോറിയുടെ ലാസ്റ്റ് പാരഗ്രാഫിൻ്റെ പ്രത്യേകത എന്താണ്? വായിച്ചപ്പോൾ നിങ്ങൾ പലരും നോട്ടീസ് ചെയ്തിട്ടുണ്ടായിരിക്കും, അടുക്കി ഇങ്ങനെ ഓരോരോ ഫ്രേസുകൾ വെച്ചിരിക്കുകയാണ്. ആൻഡ് ദാറ്റ് ടെക്നിക് ഇൻ സെൻറ്റൻസ് ഓർ ദാറ്റ് ടെക്നിക് ഇൻ റൈറ്റിംഗ് ഇസ് കോൾഡ് ആസ് Parataxis. So we can say that it is an example of paratactic sentence. Seeing nothing, comma, hearing nothing, comma, he backed his way to the door, comma, went out, comma, and plodded off, ... Reaching home mechanically, comma, without taking off his uniform, comma, he lay down on the sofa and ... died. So there we couldn't find any kind of conjunctions or connective words, or we can see all those words are kept or are listed, or they are arranged in a side-by-side manner. And that technique, that feature is called as Parataxis. It is a technique in language where words are linked together by placing them side by side without any conjunctions. ഇങ്ങനെ ഒരു കഥ വായിക്കുമ്പോഴത്തേക്കും അതിൽ കൊടുത്തിരിക്കുന്ന സെൻറ്റൻസുകൾ, അതിൽ കൊടുത്തിരിക്കുന്ന ഈ പറയുന്ന വർണ്ണനകൾ, പല എംബാരസിങ് ആയിട്ടുള്ള, ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, എക്സൈറ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ അത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഹൊറർ സ്റ്റോറീസൊക്കെ വായിക്കുമ്പോൾ അങ്ങനെ തന്നെയായിരിക്കും. അവൾ മുറിയിലേക്ക് കടന്നു, വാതിൽ മെല്ലെ തുറന്നു, ലൈറ്റ് ഇട്ടു, അതാ രൂപം. സോ എവറിത്തിങ് വിൽ ബി അറേഞ്ച്ഡ് ഇൻ എ സൈഡ് ബൈ സൈഡ് മാനർ. ഇതൊക്കെ ഓതേഴ്സ് യൂസ് ചെയ്യുന്ന ഡിഫറെൻറ്റ് ടെക്നിക്സ് ആണെന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യുക, ഐഡൻറ്റിഫൈ ചെയ്യുക. ലെറ്റ്സ് മൂവ് ഓൺ ടു ദ ക്ലാസ് റൂം ആക്ടിവിറ്റി ഗിവൻ അറ്റ് ദ എൻഡ് ഓഫ് ദ സ്റ്റോറി. യു മസ്റ്റ് റീഡ് ദ സ്റ്റോറി, ഇറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ്. ഹോപ്പ് you had read that. If you haven't read that, please read it. See, we can see a classroom activity here. See what follows. Think in the sentence below, taken from Chekhov's story. He thought and simply could not think up that letter. Some of the verb phrases literally call to mind the action climb up, sit down, go away. So also think up. So എന്താണ് think upൻ്റെ പ്രത്യേകത? There is a difference between think and think up. Think means having a kind of particular idea or concept, or what that suddenly comes to one's mind. ഒരാളുടെ മനസ്സിലേക്ക് വരുന്ന ചിന്ത, അല്ലെ, ചിന്തിക്കുക. എന്നാൽ തിങ്ക് അപ്പ് എന്ന് പറയുമ്പോഴത്തേക്കും അവിടെ മീനിങ് കുറച്ചുകൂടെ ചേഞ്ചായി. തിങ്ക് അപ്പ് മീൻസ് ടു ഇൻവെൻറ്റ് ഓർ ടു ക്രിയേറ്റ് ഓർ ടു മേക്ക് എ പ്ലാൻ. ഒരു പുതിയൊരു കാര്യം മെനഞ്ഞെടുക്കുക എന്നുള്ള അർത്ഥമായിട്ടത് മാറി. തിങ്ക് എന്ന് പറയുമ്പോഴത്തേക്കും ചുമ്മാ ഒരു ചിന്തിക്കുക എന്നുള്ളൊരു അർത്ഥമാണ് വരുന്നതെങ്കിൽ തിങ്ക് അപ്പ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു പ്ലാൻ ക്രിയേറ്റ് ചെയ്യുക, കണ്ടെത്തുക, ഇൻവെൻറ്റ് ചെയ്യുക, കണ്ടുപിടിക്കുക, ഒരു റീസൺ കണ്ടുപിടിക്കുക, ഒരു പ്ലാൻ കണ്ടുപിടിക്കുക എന്നൊക്കെ രീതിയിലേക്ക് അർത്ഥം മാറുന്നു. അപ്പോൾ ഇങ്ങനെ ചെറിയ കുഞ്ഞ പാർട്ടിക്കിൾസ് യൂസ് ചെയ്തിട്ടാണ് പലപ്പോഴും ഈ പറയുന്ന ഇംഗ്ലീഷ് ഭാഷയിൽ ഇത്തരത്തിലുള്ള വാക്കുകൾ കൊണ്ട് ഓതേഴ്സ് എപ്പോഴും അമ്മാനമാടുന്നത്, ആ കഥയെ വളരെയധികം മനോഹരമാക്കി തീർക്കുന്നത്. അത്തരം മനോഹരമാക്കി തീർക്കുന്ന ഭാഗങ്ങളെ കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മുടെ കർത്തവ്യം. Okay, അങ്ങനെ നോക്കുമ്പോൾ we can see that in the next page there is a small box given. And what is the task you have to do is that pick out the phrasal verbs in the following text.
അപ്പോൾ ടെക്സ്റ്റ് വായിക്കുക, എന്നിട്ട് അതിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫ്രേസൽ വേർബ്സ് കണ്ടെത്തുക. ഫസ്റ്റത്തെ ആ ഒരു ചെറിയ പാരഗ്രാഫിൽ നിന്നും I will help you to find out one example. The rest is up to you. Two guys are out hunting in the woods when one of them passes out. He doesn't appear to be breathing. His eyes are glazed over. Hope you could find not one but two phrasal verbs there. The two guys are out hunting in the woods when one of them passes out. He doesn't appear to be breathing. His eyes are glazed over. So just pick out the phrasal verbs. രണ്ട് phrasal verbs ആണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ഒന്ന് passes out, the other one glazed over. You can find 2 or 3 phrasal verbs from that extract. Try to find out it. Okay, and let me know. So that's all for today. Let's discuss the question paper in the next class. Till then, all of you take care. Be safe and be strong. Bye-bye.